ലഅല്ലി ആതീകും മിൻഹാ ബിഖബസിൻ ഔ അജിദു അലന്നാരി ഹുദ എന്നാണ്. ഔ അല്ലെങ്കിൽ അജിദു ഞാൻ കണ്ടെത്തും അലന്നാരി അലന്നാരി ആ തീയിൽ തീയിൽ ഹുദൻ 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 എന്നുള്ളത് അവിടെ മസ്ദറാണ്. ഉദ്ദേശം ഹാദിയൻ എന്നാണ്. ഹാദിയൻ എന്താ ഹാദിയൻ? വഴി കാണിക്കുന്നവൻ, വഴി കാണിക്കുന്നവൻ. തീ കാണുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? തീ അവിടെ കത്തിച്ച ഒരാളുണ്ടാവുന്നതാണല്ലോ, അല്ലെങ്കിൽ ഒരാൾക്കൂട്ടം ഉണ്ടാവുന്നതാണല്ലോ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വരെ മുട്ടാണ്. അപ്പം ഞാൻ ഒന്നുകിൽ ഖബസ് കൊണ്ടുവരാം, അല്ലെങ്കിൽ ആ തീൻ്റെ അടുത്ത് നമുക്ക് വഴി അറിയിച്ചു തരുന്ന ആരെങ്കിലും ഞാൻ കണ്ടെത്തും എന്നാണ് പറഞ്ഞത്. ഹാദിയൻ ഹുദൻ എന്നുള്ളത് ഇവിടെ ഇസ്മുഫായിലിൻ്റെ അർത്ഥത്തിലാണ്. മസ്ദറാണെങ്കിൽ ഹാദിയൻ വഴി കാണിച്ചു തരുന്നവൻ എന്ന അർത്ഥത്തിലാണ്. ചിലയിടത്ത് പ്രയോഗിച്ചത് ആതീകും മിൻഹാ ബിഖബറിൻ എന്നാണ്. ഞാൻ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ഖബർ കൊണ്ടുവരുമെന്നാണ്. ഖബർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വാർത്ത. അവിടെ വാർത്ത കൊണ്ടുവരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വഴി പറഞ്ഞു തരുന്ന ആളുണ്ടെങ്കിൽ അയാളോട് ചോദിച്ചിട്ട് എങ്ങനെയാണ് വഴി, എവിടേക്കാണ് പോകേണ്ടത്, ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു അങ്ങനെ പറഞ്ഞു തരുന്നൊരു വർത്താനം ഞാൻ കൊണ്ടുവരാം എന്നുള്ള അർത്ഥത്തിൽ. കാരണം രാത്രിയാണ്, ഇവർ വഴിയിൽ കുടുങ്ങിയിരിക്കുകയാണ്, വഴി തെറ്റി നിൽക്കുകയാണ്, മക്കൾ കൂടെ ഉണ്ട്, തണുപ്പുമാണ്. അപ്പോൾ അവർക്ക് പല ആവശ്യങ്ങളാണ്. അപ്പം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അതുകൊണ്ട് തന്നെ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ലഅല്ലി ആതീകും മിൻഹാ ബിഖബസിൻ ഔ അജിദു അലന്നാരി ഹുദ, അല്ലെങ്കിൽ പിന്നെ ആതീകും മിൻഹാ ബിഖബറിൻ. ഈ നമ്മൾ ചരിത്രത്തിൽ വായിക്കും, ഹിജറ പോകുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജറ പോകുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആർക്കും അറിയില്ല വഴിയിൽ. അതേസമയം അബൂബക്കർ റളിയല്ലാഹു അൻഹു വഴിയിലുള്ളവർക്ക് അറിയുന്നുണ്ട്. കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാറുണ്ട്? ഷാമിലേക്ക് കച്ചവട സംഘത്തായിട്ട് പോകുമ്പോൾ വഴിയിലൊക്കെ ഉള്ള ആളുകൾ കാണാറുണ്ട്. അപ്പോൾ ഈ വഴിയുള്ള ആളുകൾക്കൊന്നും മക്കാരുടെ ഇനാമും ഇതുണ്ടല്ലോ, അതൊന്നും അറിയില്ല. മക്കാരനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ 100 ഒട്ടകം ഇനാമി വിവരങ്ങളൊന്നും അറിയില്ല. അങ്ങനെയുള്ള ആളുകളാണ്. അവർ ചോദിക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെന്നിട്ട് മൻ ഹാദർ റജുൽ, ഈ വ്യക്തി ആരാണെന്ന് ചോദിക്കാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചൂണ്ടിയിട്ട്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഹാദിൻ യഹ്ദീനി തരീഖ്, ഹാദിൻ യഹ്ദീനി തരീഖ്, എനിക്ക് വഴി കാണിച്ചു തരുന്ന ഒരു വഴികാട്ടിയാണ് എന്ന് പറയുന്നുണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉദ്ദേശിക്കുന്നത് എന്താണ്? യഥാർത്ഥ വഴി, അല്ലാതെ മദീനത്തേക്കുള്ള വഴി കാണിക്കുന്ന ആളല്ല. മദീനത്തേക്കുള്ള വഴി കാണിക്കാൻ അവിടെ വേറെ ആളുണ്ട്. അതാരാ? മദീനത്തേക്കുള്ള വഴി കാണിക്കുന്ന ആളാരാണ്? അവർക്ക് ഗൈഡ് ഉണ്ട്. ഒന്ന് ആരാ? അബ്ദുള്ള ഇബ്നു ഉറൈഖീത്ത് അദ്ദീലി. അബ്ദുള്ള ഇബ്നു ഉറൈഖീത്ത് അദ്ദീലി, അയാൾ കാഫിറായിരുന്നു. അയാളാണ് വഴികാട്ടി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനുള്ള വഴികാട്ടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള വഴികാട്ടി അദ്ദേഹമാണ്. കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനുള്ള വഴി അറിയാം. അത് അത്തരീഖു തിജാരിയാണ്. അത്തരീഖു തിജാരി, പണ്ടത്തെ കച്ചവട സംഘത്തിൻ്റെ റൂട്ട്, അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു അറിയാം. തരീഖുൽ ഖാഫില, തരീഖു തിജാരി എന്ന് പറയുന്ന വഴി, ഇന്നത്തെ തരീഖുൽ ഹിജറ ഉണ്ടല്ല അതിൻ്റെ. അതേസമയം ഇവർക്ക് പോകേണ്ട വഴി ഏതാ? ഇത് തെറ്റിയുള്ള വഴിയാണ്. അപ്പോൾ അതറിയുന്ന ആളാണ്, അതാണ് അബ്ദുള്ള ഇബ്നു ഉറൈഖീത്ത് അദ്ദീലി. പിന്നെ അത് ജുഹ്ഫൊക്കെ പിന്നിട്ട് കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ വേറൊരാളായി. അയാളുടെ പേരാണ് മസ്ഊദ് അൽ അസ്ലമി എന്ന് പറയുന്ന വ്യക്തിയാണ്. പിന്നീട് മദീനയുടെ ഭാഗത്തേക്ക് എത്തിയപ്പോൾ വഴികാട്ടിയായിട്ടുണ്ടായത്. അപ്പോൾ വഴി കാണിച്ചു കൊടുക്കുന്ന ആള് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്ന ആള് എന്നുള്ള ഹാദി യഹ്ദീനി സബീൽ. അലാകുല്ലി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കുടുംബത്തിനോട് പറഞ്ഞു ലഅല്ലി ആതീകും മിൻഹാ ബിഖബസിൻ ഔ അജിദു അലന്നാരി ഹുദൻ.